മുഴുവനായിട്ടുള്ള ഒരു കോഴിയാണ്. ഇത് എന്ത് ചെയ്യാൻ പോകുന്നതെന്നല്ലേ, അതൊക്കെ സർപ്രൈസാണ്. ആദ്യം ഞാൻ ഇതൊന്ന് കഴുകിയെടുത്തോട്ടെ. കോഴിയുടെ ഇവിടെയൊക്കെ തന്നെ ബ്ലഡൊക്കെ ഇരിക്കുന്നുണ്ട്, അതുപോലെ അതിൻ്റെ വേസ്റ്റ്. നമ്മളെപ്പോഴും ചിക്കൻ മേടിച്ചിരുന്നാലും ഇതിനുള്ളിലുള്ള വേസ്റ്റൊക്കെ കണ്ടോ, ബ്ലഡൊക്കെ നന്നായിട്ട് കട്ട പിടിച്ചിരിക്കുന്നുണ്ട്. അതൊക്കെ ക്ലീൻ ചെയ്ത്, പിന്നെ ഞാൻ ഈ സ്കിന്ന് എടുത്തതാണ്, അതിൻ്റെ തൊലിയുടെ മേളിലും ഉണ്ട് ചെറിയ ഈ ബ്ലഡിൻ്റെയൊക്കെ അംശം. പിന്നെ അകമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. കുറേ വേസ്റ്റൊക്കെ ഉണ്ട്, ഇതിനുള്ളിൽ കുറേ വേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഇതിപ്പോൾ കട്ട് ചെയ്തെടുത്തതാണെങ്കിൽ കുഴപ്പമില്ല, കട്ട് ചെയ്യാതെ ഒരു മുഴുവൻ കോഴിയാണ് ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആദ്യം ഞാൻ ഈ കോഴി ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് നിങ്ങളോട്ട് ഷെയർ ചെയ്യാം. ചിക്കൻ വേണ്ട നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന അതുപോലെയല്ല, നന്നായിട്ട് ക്ലീനായി ഒരുപാട് വെള്ളത്തിൽ കഴുകി ഡാഗമൊക്കെ കണ്ടോ നല്ല ക്ലീനായി. ഇനിയിപ്പോൾ നമുക്കിത് കുക്ക് ചെയ്യാം. അപ്പോൾ കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നല്ലേ, വാ. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയതാണ്, ഒരുമിച്ചാണ് ഞാൻ അടിച്ച് വെച്ചേക്കുന്നത്. ഇത് മഞ്ഞൾപ്പൊടിയാണ്. ഇത് ചിക്കൻ മസാല. ഇത് കാശ്മീരി ചില്ലിയാണ്. ഇത് ബ്ലാക്ക് പെപ്പറാണ്, നന്നായിട്ട് കുരുമുളക് പൊടിച്ചത്. ഇത് ഗ്രീൻ ചില്ലിയാണ്, പച്ചമുളക് പേസ്റ്റ് ആക്കിയത്. ഇത് കേട്, നല്ല കട്ടിയുള്ള തൈരാണ്. ഓക്കെ. ഇത് റോസ്മേരി, നമ്മളുടെ മോറിലൊക്കെ പോകുമ്പോൾ കിട്ടും. ഇത് മല്ലിയില പേസ്റ്റ് ആക്കിയതാണ്. ഇത് സോയാ സോസ്. ഇത് WC സോസ്. ഇത് ടൊമാറ്റോ സോസാണ്. നമ്മളിപ്പോൾ റെഡിമെയ്ഡ് മേടിച്ചില്ലെങ്കിലും ഇത് നമ്മൾ ടൊമാറ്റോ എടുത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്താലും മതി. ഞാൻ അവിടെ കോഴി കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി ഇതുവരെ എത്തിയിട്ടും എന്താണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. ഇതൊരു മുഴുവൻ കോഴിയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ മുഴുവനായിട്ടുള്ള ഈ കോഴി വെച്ചിട്ട് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് മഡ് ചിക്കനാണ്. ഈ കോഴി ഞാനിന്ന് വെക്കുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ്. അപ്പോൾ ഇത് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നു. അപ്പോൾ അത് എങ്ങനെ കുക്ക് ചെയ്യാമെന്നുള്ളത് ഇപ്പോൾ കാണാം. ഫസ്റ്റ് ഈ കോഴി വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ ഈ ഫിഷൊക്കെ വെക്കുന്ന സമയത്ത് മീനിന് വരയത്തില്ലേ, അതേപോലെ വരയണം. നമ്മളിങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണം. നന്നായിട്ട് വരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മസാല കൂട്ടാം. ആദ്യം കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുക്കുന്നത്, 2 സ്പൂണ്. മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യത്തിന്, ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചിക്കൻ മസാല ഒരു 1.5 ഞാൻ എടുത്തിട്ടുണ്ട്. പെപ്പർ ഒരു വലിയ സ്പൂണ് ഞാൻ എടുക്കുകയാണ്. പക്ഷേ ആവശ്യത്തിന് എരിവ് വേണമെന്നുള്ളവർക്ക് വീണ്ടും ചേർക്കാം, ക്വാണ്ടിറ്റി കൂട്ടാം. ഇത് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാണ്. രണ്ട് സ്പൂണുണ്ട്, രണ്ടും കൂടെ. ഇത് പച്ചമുളക് പേസ്റ്റാണ്. പച്ചമുളക് ഞാൻ ആവശ്യത്തിനാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് കൂടുതൽ എരിവ് ചേർക്കാം. നേരത്തെ റോസ്മേരി ഞാൻ കാണിക്കുമ്പോൾ പൊടിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇപ്പം ഞാൻ പൊടിച്ചിട്ടുണ്ടെങ്കിലും ഇത് ആവശ്യത്തിന് ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 സ്പൂണാണ് ഇടുന്നത്. ഇത് WC സോസാണ്. ഇത് ആവശ്യത്തിന് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് ഫുള്ളാണ് ഞാൻ ഒഴിക്കുകയാണ്. ഇനി സോയാ സോസ്. ഇനി ടൊമാറ്റോ സോസാണ് ഇടുന്നത്, അതൊരു 2 സ്പൂണ് ഞാൻ ഇടുകയാണ്. ഇനി അടുത്തത് മല്ലിയില. മല്ലിയിലയുടെ ലീഫ് ഞാൻ പേസ്റ്റ് രൂപത്തിലാക്കി, അതൊരു വലിയൊരു സ്പൂൺ ഇടുന്നുണ്ട്. ഇനി അടുത്തത് കേട്.
ഒരു 2 സ്പൂണ് കേടിട്ടിട്ടുണ്ട്. ഇനി ഇതിൽ പ്രധാനപ്പെട്ട ചേരുവകളെല്ലാം ചേർത്തു. ഇനി ഉപ്പ് വേണം. ഉപ്പ് ആവശ്യത്തിന് ഞാൻ ഇട്ടിട്ടുണ്ട്. ഏതാണ്ട് എല്ലാം നന്നായിട്ട് മസാല ഫുള്ള നന്നായിട്ട് കുഴയ്ക്കണം. കൂട്ട് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുരട്ടണം. നമ്മൾ ഈ വരഞ്ഞ് വെച്ച കോഴിയിൽ ഇത് പുരട്ടുകയാണ്. ആദ്യം ഇതിന് ഉള്ളിലൊക്കെ മസാല തേച്ച് പിടിപ്പിക്കണം. നമ്മുടെ മഡ് ചിക്കൻ ഏകദേശം മസാലയൊക്കെ ഞാൻ തിരുമ്മി പിടിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിനി ഒരു 1 മണിക്കൂർ വെക്കണം. 1 മണിക്കൂർ വെച്ചാൽ ഈ മസാല ഫുള്ള് ആ ചിക്കനിലേക്ക് പിടിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ 1 മണിക്കൂർ മാറ്റി വെക്കുകയാണ്. ഇത് മാറ്റി വെച്ചതിന് ശേഷം എനിക്ക് ചെറിയ പണിയുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മളൊരു കുഴിയെടുത്ത് കുഴിക്കുള്ളിൽ വെച്ചിട്ട് ബോയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ഫിനിഷ് ചെയ്ത് വെച്ചു. ഇനി അടുത്തത് കുഴിയെടുത്തിട്ട് വരാം. ഇനി ഈ കുഴിക്കുള്ളിൽ ഈ കരി ഇടണം. കണ്ടോ? ഇപ്പം മഡ് ചിക്കൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. കുറച്ച് പാടാണ്. ഞാൻ കർപ്പൂരം ഇട്ട് കത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കുഴി ഫുള്ളായിട്ട് നമുക്ക് ഈ കരിക്കട്ട ഇടണം. ഞാനിപ്പോൾ 2 ഇല എടുത്തു. ആ ഇല വാട്ടി ഇനി നമ്മൾ ഈ പുരട്ടി വെച്ചിട്ട് 1 മണിക്കൂറായി. അപ്പോൾ ഈ 1 മണിക്കൂർ കൊണ്ടാണ് ഇച്ചിരി ചില്ലറ പണിയൊന്നും അല്ല, ഹെവിയാണ്. അപ്പോൾ ഈ കനലൊക്കെ ഇട്ടു കത്തിച്ചു. ഇനി ഇതിനുള്ളിൽ വെച്ചിട്ട് നന്നായിട്ട് പൊതിയണം. വാഴനാരെടുത്താണ് ഞാനിപ്പോൾ കെട്ടിയിട്ടുള്ളത്. നന്നായിട്ട് കെട്ടണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഇനി അടുത്തതും ഒന്ന് പൊതിഞ്ഞിട്ടാണ് ഇതിനുള്ളിലേക്ക് ഇടുന്നത്. ഇപ്പം ഞാൻ വാഴ ഇലയിലാണ് ഇത് നന്നായിട്ട് പൊതിഞ്ഞ് കെട്ടിയിട്ടുണ്ട്. ഇനി അലുമിനിയം ഫോയിൽ പേപ്പറിൽ നമുക്ക് നന്നായിട്ട് മാക്സിമം എത്രത്തോളം ഇത് ചുറ്റിക്കെട്ടാവോ അത്രത്തോളം നമ്മൾ പേപ്പറിൽ റാപ്പ് ചെയ്തെടുക്കണം. ഞാനിത് നന്നായിട്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ ഇത് മാത്രമായിട്ട് പൊതിഞ്ഞു കഴിഞ്ഞാൽ, ചുറ്റിക്കെട്ടി പൊതിഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. നമ്മൾ ഇതിനുള്ളിലേക്കാണ് ഇത് ഇട്ട് കുക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പം നല്ല അടിപൊളിയായിട്ട് പൊതിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കനലെല്ലാം നന്നായിട്ട് കത്തി ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മാറ്റി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നേരെ ഇതിലേക്ക് വെക്കുകയാണ്. ഞാൻ അതിനുള്ളിൽ ചിക്കൻ ഇട്ടു. അതിൻ്റെ പുറത്ത് മൊത്തം വിറക് കത്തിച്ചിടുകയാണ്. മാക്സിമം ഇതൊരു 1 മണിക്കൂറെങ്കിലും ഈ കനലിനുള്ളിൽ കിടന്ന് വേകണം. നന്നായിട്ട് തീയിട്ട് കൊടുക്കണം. തീയിട്ട് കൊടുത്താൽ അതിൻ്റെ താഴ്ഭാഗത്തും നല്ല കനലുണ്ട്. നമ്മൾ അതിനുള്ളിൽ ചിക്കൻ വെച്ചു. ഇനിയിപ്പോൾ അതിൻ്റെ മേളിലും കനലിട്ട് കത്തിച്ചാൽ മാത്രമേ അത് നന്നായിട്ട് ബോയിലായിട്ട് വരത്തുള്ളൂ. മാക്സിമം 1 മണിക്കൂർ ഇതിനുള്ളിൽ കിടക്കണം. അതാണ് നമ്മുടെ മഡ് ചിക്കൻ്റെ ഒരു പ്രത്യേകത. ഇതിപ്പോൾ നന്നായിട്ട് ഇതിനുള്ളിൽ ചിക്കൻ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു അരമണിക്കൂർ ഇങ്ങനെ തന്നെ വെന്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പുറത്തൂടെ മണ്ണിടും. മണ്ണിട്ടിട്ട് അതിൻ്റെ പുറത്ത്
വീണ്ടും കനലിട്ടാൽ മാത്രം, അതായത് നമ്മൾ ഈ ദം ബിരിയാണിയൊക്കെ വെക്കുന്നില്ലേ അതേ മോഡൽ. അപ്പോൾ ആദ്യം ഇതൊന്നും ആകട്ടെ, അത് കഴിഞ്ഞിട്ട് മണ്ണിട്ട് അതിൻ്റെ പുറത്ത് കനലിട്ടതിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ ചിക്കൻ എടുക്കാൻ പറ്റത്തുള്ളൂ. മഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ പതുക്കെ അത് എടുക്കാൻ പോവാം. ഈ മണ്ണൊക്കെ ഒന്ന് മാറ്റിയാൽ മാത്രമേ, ഭൂമിക്കടിയിലാണല്ലോ ഇപ്പോൾ ചിക്കൻ. ഒരു പ്ലേറ്റിനുള്ളിൽ അവിടെ നിന്ന് എടുക്കുന്ന നിങ്ങൾ കണ്ടല്ലോ, ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ മേലിലൊക്കെ പൊടിയാണ്, ഭയങ്കര ചൂടുമാണ്. അതാണ്ട് പൊട്ടി. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് ഉണ്ടോ. നന്നായിട്ട് വെന്തു. കണ്ടേ, എന്തായിരുന്നാലും എനിക്കിത് കണ്ടിട്ട് തന്നെ നല്ല കൊതി വരുന്നുണ്ട്. ഞാൻ ഒരു പീസ് എടുത്തു. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. കുറച്ച് മെനക്കെട്ടാലും കുഴപ്പമില്ല, ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ചിക്കൻ മഡ് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിക്കണം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മെനക്കേടുള്ള ജോലിയാണ്, പക്ഷേ ടേസ്റ്റിന് ഒന്നും പറയാനില്ല, അടിപൊളി.